മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം ഡൽഹിയിൽ തുടരുകയാണല്ലോ. അപ്പം ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെയൊക്കെ കണ്ടിരുന്നു. ഇന്ന് വി ഡി സതീശൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. വൈകിട്ട് 3 മണിക്ക് ശേഷമായിരിക്കും ഈ കൂടിക്കാഴ്ച എന്ന സൂചന. വയനാട് ദുരിതാശ്വാസം സംബന്ധിച്ച കേന്ദ്ര സഹായമൊക്കെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നറിയുന്നു. ശരത് ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശരത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ധനകാര്യമന്ത്രിയെയൊക്കെ മുഖ്യമന്ത്രി കണ്ടിരുന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോവുകയാണ്. എന്തൊക്കെയാകും അജണ്ട? മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരത്ത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കാരണം ഇന്നും 2ാം ദിനമാണ് വി ഡി സതീശൻ്റെ ഡൽഹിയിലെ ഔദ്യോഗികമായ സന്ദർശനം. അതിൽ വളരെ പ്രധാനപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമുള്ള കൂടിക്കാഴ്ചയാണ്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേപോലെ തന്നെ സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ധനകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, BJP NDA സർക്കാർ 2ാമൻ കൂടിയാണ് അമിത്ഷാ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്ന ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങളിലും വളരെ നിർണായകമായ സ്വാധീനമായ നിലപാടുകൾ എടുക്കാൻ അമിത്ഷാ കഴിയും. അതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചോളം മഴ വരികയാണ്. ദുരിതാശ്വാസ അല്ലെങ്കിൽ മഴ വരും, ഉരുൾപൊട്ടൽ, അതുപോലെ തന്നെ കൂടുതൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ട്. പ്രകൃതിക്ഷോഭങ്ങൾക്കുള്ള ദുരിത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൂടി അമിത്ഷാ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് സഹകരണമാണ്. ആ സഹകരണത്തിൻ്റെ കേരളത്തെ സംബന്ധിച്ചുള്ള സഹകരണ സംഘങ്ങൾ വളരെ പ്രധാനമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ സഹകരണം, അതേപോലെ ദുരിത നിവാരണം, ഈ വിഷയങ്ങളിലൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വളരെ നിർണായകം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ഇന്നലത്തെ കൂടിക്കാഴ്ചയിൽ വി ഡി സതീശൻ സന്തുഷ്ടനാണ്. കാരണം കേരളം ഉന്നയിച്ച വിഷയങ്ങളോടൊക്കെ തന്നെ അനുഭാവമായി പരിഗണിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് സഹായം നൽകാം എന്നുള്ള രീതിയിലാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. നിർമ്മല സീതാരാമൻ അതുതന്നെയാണ് വ്യക്തമാക്കിയത്. കാരണം ഇനിയുള്ള ശരി.